ഹായ്, നല്ല പഴുത്ത പഴം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നല്ല പഴുത്ത പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ്, മധുരത്തിന് വേണ്ട പഞ്ചസാരയും ചേർത്ത് കൊടുക്കട്ടെ. 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതേപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണേ. പാനിൽ കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വാട്ടിയെടുക്കണേ. നന്നായിട്ടൊന്ന് പഴം വാട്ടിയെടുക്കണേ. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ. പഴുത്ത പഴമായതുകൊണ്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണേ. ഇനി ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. രണ്ട് വശം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.